കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബബിലിറ്റി അല്ലേ പറഞ്ഞേ? പുതിയ ചാപ്റ്റർ തുടങ്ങി പ്രോബബിലിറ്റി. എന്തായിരുന്നു പ്രോബബിലിറ്റി? ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ ഇവന്റ്. ഒരു ഇവന്റ് നടക്കുന്നതിനുള്ള ചാൻസ്, അത് നമ്മൾ മാത്തമാറ്റിക്കൽ ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയാം. ഇപ്പൊ നാളെ മഴ പെയ്യാമെന്നുള്ളത് പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അല്ലേ? ഇപ്പൊ രണ്ട് ചാൻസ് ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് എത്ര ഇവന്റ്സ് ഉണ്ടെന്ന് പറയാം? ഒന്നുകിൽ പെയ്യാം അല്ലെങ്കിൽ പെയ്യാതിരിക്കാം. രണ്ട് ഇവന്റ്സ് ഉണ്ട് അവിടെ. പെയ്യാനുള്ള ചാൻസ് എത്രയായിരിക്കും? 2-1 അല്ലേ? രണ്ട് ഇവന്റ്സ് ഉള്ളതിൽ ഒന്നാണ് പെയ്യാനുള്ള ചാൻസ്. അതായത് ഒന്നുകിൽ പെയ്യാം പെയ്യാതിരിക്കാം. അപ്പൊ പെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 1/2, 2-1. അപ്പൊ പ്രോബബിലിറ്റിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ പ്രോബബിലിറ്റി ഓഫ് ദി ഒക്കറൻസ് ഓഫ് ദി ഇവന്റ് P of E is equal to ഇവന്റിനെയാണ് നമ്മൾ E എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ E. പ്രോബബിലിറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ A, സോറി ക്യാപിറ്റൽ ലെറ്റർ P. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എങ്ങനെ നമ്മൾ പറയും? P of E. Probability of an event, P of E. P കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഒരു E ഇട്ട് കഴിഞ്ഞാൽ P of E എന്ന് വായിക്കും. That is equal to number of trials in which the event happened divided by total number of trials. M എന്ന് പറഞ്ഞാൽ number of trials in which the event happened. ഇവന്റ് ഹാപ്പൻ ചെയ്യാനുള്ള ട്രയൽസിന്റെ എണ്ണം, അതായത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കേസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് എന്താന്ന് കറക്റ്റ് മനസ്സിലാവും. തൽക്കാലം ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. P of E is equal to M/N. പിന്നെ വേറൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷുവർ ഇവന്റ് ആണെങ്കിൽ, ഷുവർ ഇവന്റ് എന്ന് വെച്ചാല് എന്തായാലും നടക്കുന്നത് നമുക്ക് 100% ഉറപ്പാണെങ്കിൽ അതിന്റെ ചാൻസ്, അതിന്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. ഇനി നടക്കില്ല എന്നാണെങ്കിൽ, ഒരിക്കലും നടക്കില്ല എന്നാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. അപ്പൊ പ്രോബബിലിറ്റിന്റെ മാക്സിമം വാല്യൂ 1-ഉം മിനിമം വാല്യൂ 0-യും ആയിരിക്കും. ബാക്കി വരുന്ന പ്രോബബിലിറ്റിന്റെ ബാക്കി ഏത് ഇവന്റ് എടുത്താലും, എന്ത് ഇവന്റ് എടുത്താലും, എന്തായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ് എടുത്താലും അതിന്റെ പ്രോബബിലിറ്റി 0-ന്റെയും 1-ന്റെയും ഇടയിലായിരിക്കും. അതായത് 0 സംതിങ് എന്നായിരിക്കും പ്രോബബിലിറ്റിന്റെ വാല്യൂ വരിക. 1 എന്ന് പറഞ്ഞിട്ട് പ്രോബബിലിറ്റി വരില്ല. മൈനസ് നെഗറ്റീവ് വാല്യൂസും പ്രോബബിലിറ്റിക്ക് വരില്ല. അപ്പൊ പ്രോബബിലിറ്റിന്റെ വാല്യൂ എപ്പോഴും എവിടെയായിരിക്കും? 0 ലെസ് ദാൻ P of E less than 1. Minimum value 0, minimum value 0, maximum value 1. Probability ന്റെ വാല്യൂ 0-ന്റെയും 1-ന്റെയും ഇടയിലായിരിക്കും. നമുക്ക് ഇതിൽ കുറച്ച് സോൾവ്ഡ് എക്സാമ്പിൾസ് ഉണ്ട്, അതൊന്ന് നോക്കാം. പേജ് നമ്പർ 86. പേജ് നമ്പർ 86. Example 1. A coin is tossed 50 times and head is obtained 35 times. Find the probability of getting the following. പ്രോബബിലിറ്റിയിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കോയിൻ ടോസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രോബ്ലം പ്രോബബിലിറ്റിയിൽ വരുന്നത്, മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന് കോയിൻ ടോസ് ചെയ്യാം, പിന്നെ ഡൈസ് ടോസ് ചെയ്യാം. ഡൈസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? DICE, ഡൈസ്. എന്താ? സ്നേക്ക് ആൻഡ് ലാഡർ ഒക്കെ കളിക്കുമ്പോൾ ഡൈസ്.
ഓക്കെ, ലാഡർ സ്നേക്കും ലൂഡോയൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ആ ക്യൂബ്, ഒരു വെള്ള കളറുള്ള ക്യൂബ് ഇങ്ങനെ കറക്കില്ലേ, അതിനാണ് ഡൈസ് എന്ന് പറയാം. പിന്നെ വരുന്നത് കാർഡ്സിന്റെ പ്രോബ്ലം. എന്താ കാർഡ്സ്? ചീട്ട് കളിക്കാറുണ്ടോ? അറിയോ ചീട്ട് കളിക്കാൻ? കാർഡ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലം നിങ്ങൾക്ക് അതൊന്നുമില്ല. വലിയ വലിയ ക്ലാസ്സിലൊക്കെ കാർഡ്സിന്റെ ഒക്കെ പ്രോബ്ലം കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. 52 കാർഡ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പിന്നെ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിക്കാം. എന്തൊക്കെയാന്ന് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയോ എങ്ങനെയൊക്കെയാന്ന്? ഫെയ്ത്തിന് അറിയോ? കാർഡ് കളിക്കാൻ അറിയാം മിസ്സേ. കാർഡ് കളിക്കാൻ അറിയാം. അതിൽ ഏതൊക്കെ കാർഡ്സാ ഉള്ളതെന്ന് അറിയോ? അറിയോ ഏതൊക്കെയാന്നാ ഒന്ന് പറഞ്ഞേ. ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു. മിസ്സേ അങ്ങനെ പറയാനൊന്നും അറിഞ്ഞൂടാ, പക്ഷെ കണ്ടാൽ ഏതൊക്കെയാന്ന് അറിയാം. കളിക്കാറുണ്ടല്ലേ? ഓക്കെ, നിങ്ങൾക്കത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇപ്പോഴേ അതിനെപ്പറ്റി തലവുണ്ടാക്കണ്ട. കാരണം അത് ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സിലാക്കിയാൽ എളുപ്പമാണ്, പക്ഷെ അതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾ വിട്ടേ, അത് നോക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ 2 ടൈപ്പ് പ്രോബ്ലമേ വരുന്നുള്ളൂ, കോയിൻ ടോസ് ചെയ്യുന്നതും ഡൈസിന്റെ പ്രോബ്ലം. ഓക്കെ, solved examples. First the question, a coin is tossed 50 times and head is obtained 35 times. Find the probability of getting the following. ഒരു കോയിൻ നമ്മൾ എടുത്തിട്ട് 50 ടൈംസ് ടോസ് ചെയ്തു, 50 തവണ ടോസ് ചെയ്തു. 50 തവണ ടോസ് ചെയ്യുമ്പോൾ ഒരു തവണ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഒന്നുകിൽ ടെയിൽ അല്ലെങ്കിൽ ഹെഡ് അല്ലേ? ഒന്നുകിൽ ടെയിൽ അല്ലെങ്കിൽ ഹെഡ്. അങ്ങനെ 35 ടൈംസ് നമുക്ക് ഹെഡ് കിട്ടി. 50 തവണ ടോസ് ചെയ്യുമ്പോൾ 35 ടൈംസ് ഹെഡ് കിട്ടി. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഫോളോയിങ്. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, എങ്ങനെ ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാം. എത്ര തവണ നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നുണ്ട് ഇവിടെ? 50 ടൈംസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ഈസ് ഈക്വൽ ടു 50. ഇനി നമ്പർ ഓഫ് ഹെഡ്സ്, എത്ര തവണ നമുക്ക് ഹെഡ് കിട്ടി? 35 ടൈംസ് ഹെഡ് കിട്ടി. 35 ടൈംസ് ഹെഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ 50 തവണ ടോസ് ചെയ്യുമ്പോൾ 35 ടൈംസ് ഹെഡ് കിട്ടിയാൽ എത്ര തവണയായിരിക്കും ടെയിൽ കിട്ടുക? ബാക്കിയുള്ളതൊക്കെ ടെയിൽ തന്നെ ആയിരിക്കൂലേ? 35 ടൈംസ് ഹെഡ് കിട്ടിയാൽ 50 ബാക്കി വരുന്നതൊക്കെ ടെയിൽ ആയിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ടെയിൽസ് എത്രയായിരിക്കും? 50 മൈനസ് 35, 15. ടെക്സ്റ്റിൽ അത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടേ. 15 ടൈംസ് ആയിരിക്കും ടെയിൽസ് കിട്ടുക. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ്. P of getting a head. P of getting a head എന്ന് പറയുമ്പോൾ എത്ര തവണ നമുക്ക് ഇവിടെ ഹെഡ് കിട്ടിയിട്ടുണ്ട്? 35 ടൈംസ്. അതായത് 50 തവണ ടോസ് ചെയ്യുമ്പോൾ അതിൽ 35 ടൈംസ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 35 ടൈംസ് ഹെഡ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് P of getting a head. നമുക്ക് കിട്ടിയ ഹെഡിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. അതല്ലേ നമ്മൾ ഇപ്പോഴത്തെ പ്രോബബിലിറ്റിന്റെ ഇക്വേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് ട്രയൽസ് ഇൻ വിച്ച് ദ ഇവന്റ് ഹാപ്പൻഡ്. എത്ര തവണയാണ് ആ ഇവന്റ് ഹാപ്പൻ ചെയ്തിരിക്കുന്നത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. ഇവിടെ നമുക്ക് ഹെഡ് കിട്ടിയിരിക്കുന്നത് 35 ടൈംസ്. ടോട്ടൽ നമ്പർ നമ്മൾ എത്ര തവണ ടോസ് ചെയ്തു? ഇവിടെ 50 ടൈംസ് ടോസ് ചെയ്തു. അപ്പോ 35 ഡിവൈഡഡ് ബൈ 50. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഫ്രാക്ഷൻ കിട്ടിയാൽ അതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതാം. ഇവിടെ 5 അത് ഡിവൈഡ് ആണോ മെസ്സേജ് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യുന്നതാ ഇത്. മൈനസ് ചെയ്താലല്ലേ ആൻസർ കിട്ടത്തുള്ളൂ. അതെങ്ങനെ മൈനസ്? 50 മൈനസ് 35 ചെയ്ത 15 എന്നുള്ള ആൻസർ കിട്ടൂലേ?
50 മൈനസ് 35 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടെയിൽസ്. ടെയിൽ കിട്ടുന്നതിന്റെ എണ്ണം അല്ലേ? അതിന്റെ പ്രോബബിലിറ്റി അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫേവറബിൾ കേസ്, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കേസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര തവണ ആ എക്സ്പെരിമെന്റ് ചെയ്തു, നമ്പർ ഓഫ് ട്രയൽസ്, അതാണ് പ്രോബബിലിറ്റി. അപ്പൊ ഇവിടെ ഹെഡ് വന്നിരിക്കുന്നത് 35 ടൈംസ്, നമ്മൾ ടോട്ടൽ 50 ടൈംസ് ടോസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഗെറ്റിംഗ് എ ഹെഡ് ഏറ്റവും ലോവസ്റ്റ് ഫോം ആക്കാതെ എഴുതിയാൽ കുഴപ്പമുണ്ടോ? ലോവസ്റ്റ് ഫോം ആക്കാതെ എഴുതിയ കുഴപ്പമില്ല. പക്ഷെ പ്രോബബിലിറ്റി എഴുതുമ്പോൾ ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് ഡെസിമൽ ഫോമിലും ഫ്രാക്ഷൻ ഫോമിലും എഴുതാം. ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഫോമിൽ എഴുതുന്നതായിരിക്കും നല്ലത്. ഇവിടെ 5 കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. 50യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും. അപ്പൊ 7/10 ആണ് എന്ത്? P of getting a head. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 7/10. നമ്മൾ പ്രോബബിലിറ്റി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 0ന്റെയും 1ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് ആയിരിക്കും പ്രോബബിലിറ്റി ആയിട്ട് വരിക. പ്രോബബിലിറ്റി നമ്മൾ ഇതുപോലെ ഫ്രാക്ഷൻ ആയിട്ടും എക്സ്പ്രസ് ചെയ്യും. ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. അതായത് ഇപ്പൊ 10/7 ഒന്നും പ്രോബബിലിറ്റി വരില്ല. എന്തുകൊണ്ടാ? 10/7 എന്ന് വെച്ചാൽ 1 പോയിന്റ് സംതിങ് ആൻസർ വരാം. അപ്പൊ 1നേക്കാൾ എന്തായാലും പ്രോബബിലിറ്റി കൂടില്ല. അതുകൊണ്ട് പ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ പ്രോബബിലിറ്റി എക്സ്പ്രസ് ചെയ്യുക. ഒന്നുകിൽ പോയിന്റ് ഫോമിൽ, ഡെസിമൽ ഫോമിൽ, അല്ലെങ്കിൽ ഇതുപോലെ പ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട്. അപ്പൊ P of getting a head, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇവിടെ 7/10. ഇനി ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റിയോ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടൈൽസ് ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടിയിട്ടുണ്ട്. 15 ടൈംസ് ആണ് നമുക്ക് ടെയിൽ കിട്ടിയിരിക്കുന്നത്. എത്ര തവണ ടോസ് ചെയ്യുമ്പോ? 50 ടൈംസ് ടോസ് ചെയ്യുമ്പോ. അപ്പൊ P of getting a tail is equal to 15/50. ഇതിനെ നമ്മള് ഷോർട്ട് ചെയ്യുമ്പോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 3/10. 3/10. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോ ഒരു ഇവന്റില് 2 ഔട്ട്കംസ് ആണ് വരുന്നതെങ്കിൽ, ഒരു ട്രയൽ നമ്മൾ എടുക്കുമ്പോൾ 2 ഔട്ട്കംസ് വരുന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? നമ്മളിപ്പോ ഈ കണ്ടുപിടിക്കുന്ന പ്രോബബിലിറ്റി ഒക്കെ നമ്മൾ ആഡ് ചെയ്താൽ അതിന്റെ ആൻസർ 1 ആയിരിക്കും. ഇവിടെ നമുക്ക് P of getting a head is equal to 7/10 കിട്ടിയിട്ടുണ്ട്. P of getting a head 7/10. P of getting a tail 3/10. 7/10 plus 3/10 is equal to, fractions add ചെയ്യുമ്പോൾ 10/10. 10/10 എന്ന് വെച്ചാൽ 1. അതായത് ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത് അതിൽ വരുന്ന പ്രോബബിലിറ്റീസ് ഒക്കെ ആഡ് ചെയ്താൽ we get always the sum as 1. പ്രോബബിലിറ്റീസിന്റെ സം എപ്പോഴും 1 ആയിരിക്കും. മിസ് അപ്പൊ എല്ലാ പ്രോബ്ലംസിനും 1 ആവോ? എല്ലാ പ്രോബ്ലംസിനും എല്ലാ പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കണം. അതിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ പ്രോബബിലിറ്റിയും കണ്ടുപിടിച്ചാല് അതിന്റെ ടോട്ടൽ 1 ആയിരിക്കും. പ്രോബബിലിറ്റീസിന്റെ ടോട്ടൽ 1 ആയിരിക്കും. ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റീസിന്റെ ടോട്ടൽ എപ്പോഴും 1 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സാമ്പിൾ ഈ ഇവന്റിന്റെ മാത്രമാണോ പറഞ്ഞത് അല്ലെങ്കിൽ എല്ലാ ഈ ഇവന്റിന്റെ മാത്രമല്ല, എല്ലാ പ്രോബബിലിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. ഏത് ഇവന്റ് എടുത്താലും അതിന്റെ പ്രോബബിലിറ്റീസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ,
അപ്പൊ നമ്മൾ ഡൈസ് ടോസ് ചെയ്യുന്നു. ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് ഡൈസിന്റെ 6 ഫേസസിലായിട്ട് 6 നമ്പേഴ്സ് ഉണ്ട് അല്ലെ? 6 നമ്പേഴ്സ് ഉണ്ട്. 1 2 3 4 5 6 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന നമ്പർ മേലെ വരാനുള്ള പ്രോബബിലിറ്റി, ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 6 എണ്ണമാണ്. അതിൽ 1 എന്ന് പറയുന്നത് ഒരു തവണ മാത്രമേ ഉള്ളൂ. അപ്പൊ 1/6 ആയിരിക്കും 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി. 1/6 തന്നെയായിരിക്കും 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി. കാരണം 2 ഒരു തവണ മാത്രമേ വരുന്നുള്ളൂ. ടോട്ടൽ ഔട്ട്കംസ് 6 ഉണ്ട്. 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആയിരിക്കും. 4 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആയിരിക്കും. 5 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആയിരിക്കും. 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 6 തവണ 1/6 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 6/6 എന്ന് കിട്ടും, 1 ആയിരിക്കും. ടോട്ടൽ എപ്പോഴും പ്രോബബിലിറ്റീസിന്റെ ടോട്ടൽ എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In a sample of 365 items, 125 are found to be defective. Find the probability of an item selected at random being a defective, not defective. Question മനസ്സിലായിട്ടുണ്ടാവില്ല. ഇല്ല. പ്രോബബിലിറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് നമുക്ക് ആദ്യം വായിച്ചാൽ ഒന്നും ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എനിക്കായാലും ആദ്യം വായിച്ചാൽ ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല. ഇപ്പോഴും അതെ. ഞാൻ പണ്ട് ഇവിടെ ചെറുപുഴ കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഡിഗ്രി ക്ലാസ്സിൽ. അപ്പോ എനിക്ക് തന്നെ ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ ഒരു അരമണിക്കൂർ എടുക്കും. ഇത് ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് നോക്കി പഠിച്ചിട്ട് വേണം പോയിട്ട് പഠിപ്പിക്കാൻ. പ്രോബബിലിറ്റിന്റെ വലിയ പ്രത്യേകത അത്. ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവില്ല. എത്ര തവണ വായിച്ചാലും മനസ്സിലാവില്ല. കുത്തിയിരുന്ന് അത് തന്നെ നോക്കിയാലേ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ മനസ്സിലാവും. പക്ഷെ ചെയ്യാൻ എളുപ്പമാണ്. അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയാല് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഫുൾ മാർക്കും കിട്ടും. ഫെയ്ത്ത് അമ്മു ചേച്ചിനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി എങ്ങനെയാ പ്രോബബിലിറ്റി എന്ന്. +1 +2 ഒക്കെ പഠിക്കുന്ന ചേച്ചിമാരോ ചേട്ടന്മാരെയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ, കൊമേഴ്സ് ഗ്രൂപ്പ് ആണെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചാൽ മതി. ചേച്ചി സയൻസാ. സയൻസിൽ മാത്സിൽ വരും പ്രോബബിലിറ്റി. മാത്സിൽ മെയിനായിട്ട് വരുന്നതാ. +2 മാത്സിന്റെ ഒരു പകുതിയിലധികവും പ്രോബബിലിറ്റിയാണ് വരുന്നത്. +2 മാത്സിന്റെ അത്രയും വലിയ സാധനമാണ് നിങ്ങൾക്ക് 2 പേജിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എത്രമാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ എന്നൊന്ന് നോക്കി. ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 4 ചാപ്റ്റർ ആയിരുന്നു പ്രോബബിലിറ്റി പഠിക്കാൻ ഒരു സെമസ്റ്ററിൽ. പ്രോബബിലിറ്റി മാത്രം. അത്രയും പഠിക്കാനുള്ളതാണ് നിങ്ങൾക്ക് ഇത്രയും 2 പേജിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെ ഇത്രയും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഒരുപാട് പഠിക്കാനുണ്ട് പ്രോബബിലിറ്റി. പക്ഷെ പഠിച്ചാൽ നല്ല രസമാണ് ചെയ്യാൻ. പ്രോബ്ലം ചെയ്യാൻ നല്ല രസമാണ്. ഐഡിയ കിട്ടാനേ കുറച്ച് പണിയുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻ, ഇൻ എ സാമ്പിൾ ഓഫ് 365 items 125 are found to be defective. Find the probability of an item selected at random being a defective, B a not defective. ഒരു കമ്പനിയിൽ ഒരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് വിചാരിച്ചു. സോപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി. ഒരു ദിവസം അവരൊരു 365 സോപ്പ് ഉണ്ടാക്കി. 365 സോപ്പ് ഉണ്ടാക്കി. ആ 365 സോപ്പില് 125 എണ്ണത്തിന് 125 എണ്ണം ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. ഡിഫക്റ്റീവ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറിയൊരു കേട് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ഒന്നുകിൽ സൈഡ് പൊട്ടിയത്, അല്ലെങ്കിൽ പിന്നെ കുഴിഞ്ഞു പോയിട്ടുള്ള, അതങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 125 എണ്ണം കിട്ടി. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ എല്ലാം കൃത്യമായിട്ട് ഒരേ അളവിൽ തന്നെ വരണമെന്നില്ല, അല്ലെ?
ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരാം. അപ്പൊ അങ്ങനെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഐറ്റം 125 ഉണ്ട്. 365 125 ഡിഫക്റ്റീവ് ആണെങ്കിൽ ഡിഫക്റ്റീവ് അല്ലാത്തത് എത്രയായിരിക്കും? 365 മൈനസ് 125 240. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റത്തിൽ നിന്ന് ഡിഫക്റ്റീവ് ആയത് മൈനസ് ചെയ്താൽ ഡിഫക്റ്റീവ് അല്ലാത്തത് നോട്ട് ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് കിട്ടും. അപ്പൊ നമ്മൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, ഒരു ബേസിനിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒരു സോപ്പ് സെലക്ട് ചെയ്യുന്നു, ഒരു സോപ്പ് എടുക്കുന്നു. ആ എടുക്കുന്ന സോപ്പ് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? അതായത് നമ്മൾ ആ ബേസിൽ നിന്ന് എല്ലാം കൂടി വെച്ചിരിക്കുന്ന ബേസിൽ നിന്ന് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ആ നമ്മൾ സെലക്ട് ചെയ്തത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സോപ്പ് ആവണമെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എത്രയായിരിക്കും? ഡിഫക്റ്റീവ് എണ്ണത്തിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് എത്രയാ? 125. അപ്പൊ നമ്മൾ എടുക്കുന്നത് ഈ 125-ൽ ഒന്നായിരിക്കും. 125-ൽ നിന്ന് ഒന്നായിരിക്കും നമ്മൾ എടുക്കുക. പക്ഷെ നമുക്ക് ടോട്ടൽ എത്ര ഐറ്റം ഉണ്ട് അവിടെ? 365 ഐറ്റം ഉണ്ട്. 365 ഐറ്റത്തിൽ നിന്ന് നമ്മൾ ഒന്ന് എടുക്കുമ്പോൾ അത് ഈ പറഞ്ഞ 125-ൽ ഒന്നായിരിക്കും. 125-ൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം. നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റം എത്രയാ? 125. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം എത്രയാ? 365. അപ്പൊ ഡിഫക്റ്റീവ് ഐറ്റം സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 125 ഡിവൈഡഡ് ബൈ 365. മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല, ഇല്ല, എനിക്കറിയാം മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ, ഇത് കുറേ സോപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ച കുറേ സോപ്പാന്ന് വിചാരിച്ചോ. അതില് ഈ മഞ്ഞ കളറിൽ കാണുന്നതൊക്കെ എന്താ? ഡിഫക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുള്ള സോപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുന്നു, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നു. അത് ഈ ഡിഫക്റ്റീവ് ആകാനുള്ള ചാൻസ് എത്രയായിരിക്കും? ഡിഫക്റ്റീവിന്റെ എണ്ണം ടോട്ടൽ എത്രയാന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 125 അല്ലെ? 125 നമ്പേഴ്സ് ആണ് ഡിഫക്റ്റീവ്. അതിൽ നിന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ 125 ടൈംസ് നമ്മൾ എടുത്താല് ഡിഫക്റ്റീവ് കിട്ടുന്ന എണ്ണം 125 ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 365. അപ്പോ നമുക്ക് ഡിഫക്റ്റീവ് കിട്ടാനുള്ള ചാൻസ് 125 ഡിവൈഡഡ് ബൈ 365. ഇതെങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടി? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് divided by total number of items. Number of defective items divided by total number of items. അതാണ് 125 divided by 365. ഇതാണ് ഡിഫക്റ്റീവ് ഐറ്റം സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഇനി നോൺ ഡിഫക്റ്റീവ് ഐറ്റം ആണെങ്കിലോ? നോൺ ഡിഫക്റ്റീവ് ഐറ്റം ആണെങ്കിൽ എത്ര എണ്ണം ഉണ്ട് ഡിഫക്റ്റീവ് ഐറ്റം അല്ലാത്തത്? 365 മൈനസ് 125.
അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? നമ്പർ ഓഫ് നോട്ട് ഡിഫക്റ്റീവ് ഐറ്റംസ് divided by total number of items. ഇരുന്നൂറ്റി നാൽപ്പത് divided by എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്? 365 അല്ലേ? ഒന്നും നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം ആലോചിച്ചാൽ മതി. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എത്ര കേസ് ഉണ്ടോ അതിനെ ടോട്ടൽ നമ്പർ ഓഫ് കേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് വേണ്ട, നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് എത്ര എണ്ണം ഉണ്ടോ നോക്കുക, അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ് കൊണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 2 പ്രോബ്ലം കൂടിയുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.